കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് പാർലമെന്റിലേക്ക് പോയ 18 UDF എംപിമാരുണ്ട്. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അടക്കം 18 UDF എംപിമാരുണ്ട്. അവർ എന്താണ് വയനാട് ദുരന്തത്തിൽ ചെയ്തത്? ആ ചോദ്യം ചോദിക്കേണ്ട സമയമായി. ഈ ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമുണ്ടായത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ അക്കാര്യം പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യം സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപിയും പ്രതികരിച്ചത് രൂക്ഷമായിട്ട് തന്നെയാണ്. പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി. എങ്കിൽ ഞങ്ങളോട് എന്തിനാണ് ഇക്കാര്യം ചോദിക്കേണ്ടത്, സർക്കാരിനോടല്ലേ ചോദിക്കേണ്ടത് എന്ന ചോദ്യമാണ്, മറുചോദ്യമാണ് VD സതീശൻ ചോദിച്ചത്. രണ്ടുപേർക്കും ഒരേ സ്വരം, രണ്ടുപേരും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറയേണ്ടി വരുന്നു. എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കും ഒരേ സ്വരം ഉണ്ടാകുന്നത് എന്ന ചോദ്യം ചോദിക്കേണ്ട സമയമാണ്. എന്തുകൊണ്ടാണ് ഈ എംപിമാരും കേന്ദ്രമന്ത്രിമാരും ഒന്നും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താത്തത്, വയനാടിന് വേണ്ടി സഹായം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. ആ ചോദ്യം ഉയർന്നു വരും എന്ന് കണ്ടപ്പോഴാണ് മാധ്യമ കൊട്ടേഷനുകൾ ഇവിടെ ഇറങ്ങിയത്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ മാധ്യമ കൊട്ടേഷൻ പണി അതാണ് നാം കണ്ടത് എന്ന്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു കൊട്ടേഷൻ മാധ്യമങ്ങൾക്ക് നൽകാൻ BJP നേതൃത്വവും UDF നേതൃത്വവും തയ്യാറായത് എന്ന് ചോദിച്ചാലും അതിനും ഉത്തരമുണ്ട്. കാര്യങ്ങൾ BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ തിരിയരുത്. അതിൽ രണ്ടുപേരും ഒന്നിച്ചാണ്. എന്തുകൊണ്ടാണ് അത്തരം ചോദ്യം ഉയരുന്നത്? വയനാട് ദുരന്തം നടന്നതിന് ശേഷം ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട ദുരന്തമുണ്ടായി. ഒന്ന് ത്രിപുര വെള്ളപ്പൊക്കമാണ്. ത്രിപുര വെള്ളപ്പൊക്കത്തിന് അടിയന്തര സഹായമായി അനുവദിച്ചത് 20 കോടി രൂപ. ചെറിയ സംഭവമാണ്. 20 കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ചു, ഒരു നിവേദനം പോലും നൽകാതെ. അവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടില്ല, കേന്ദ്രമന്ത്രിമാർ സന്ദർശിച്ചിട്ടില്ല. അല്ലാതെ തന്നെ 20 കോടി രൂപ ത്രിപുര സർക്കാരിന് അടിയന്തര സഹായമായി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി. ആന്ധ്ര തെലങ്കാന വെള്ളപ്പൊക്കം, മരിച്ചവർ 32 പേർ മരിച്ച ആന്ധ്ര തെലങ്കാന വെള്ളപ്പൊക്കം. എത്ര രൂപയാണ് ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും നൽകിയത് എന്നറിയാമോ? 3448 രൂപ. ആന്ധ്രാപ്രദേശിനാണ് നൽകിയിരിക്കുന്നത് 3448 കോടി രൂപ. 3448 കോടി രൂപ അടിയന്തര സഹായമായി നൽകിയിരിക്കുന്നു. അടിയന്തര സഹായമായി നൽകിയിരിക്കുന്നു. ഒരു മെമ്മോറാണ്ടം പോലും നൽകാതെയാണ്. കേരളത്തിൽ വയനാടിൽ മുണ്ടക്കയിൽ ചൂരൽമലയിൽ മരിച്ചത് 403 പേരാണ്. 403 പേർ. ദുരന്തം നടന്ന് 1.5 മാസം കഴിഞ്ഞു, 50 ദിവസം കഴിഞ്ഞു. ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത്. പ്രധാനമന്ത്രി വന്നു, കേന്ദ്രമന്ത്രിമാർ വന്നു, കേന്ദ്ര സംഘം വന്ന് പരിശോധിച്ചു, സംസ്ഥാന സർക്കാർ നിവേദനം കൊടുത്തു. എന്നിട്ട് പോലും ഒരു അനക്കവുമില്ല. ഒരു വട്ടപൂജമായിരിക്കും കേരളത്തിന് കിട്ടുക എന്ന സന്ദേശമാണ് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരോട് ചോദിക്കൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ എംപിമാർ, കോൺഗ്രസിന്റെ UDFന്റെ എംപിമാർ മൗനം പാലിക്കുന്നത്. ഇത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്രയും തുക ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിന് ഒന്നും നൽകുന്നില്ല എന്ന്. ഇത് ആദ്യമായിട്ടല്ല. 2018 കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം, കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടായി 2018. 30,000 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയത്. 30,000 കോടി രൂപയുടെ നഷ്ടം. എല്ലാ മാനദണ്ഡപ്രകാരം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മാനദണ്ഡപ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ കണക്ക് ആ മാനദണ്ഡമനുസരിച്ച് നൽകി. നമുക്ക് നൽകാൻ കഴിഞ്ഞത് 6,000 കോടി രൂപയുടെ നഷ്ടം മാത്രമാണ്. 6,000 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയത് കേന്ദ്ര സർക്കാരിന്. എത്രയാണ് നമ്മുടെ നഷ്ടം? 30,000 കോടി രൂപ നഷ്ടമുണ്ടായപ്പോൾ നമുക്ക് നൽകാൻ കഴിഞ്ഞത്, കേന്ദ്ര മാനദണ്ഡപ്രകാരം നൽകാൻ കഴിഞ്ഞത് 6,000 കോടി രൂപയുടെ നഷ്ടം മാത്രമാണ് കണക്കാക്കാൻ കഴിഞ്ഞത്, ആവശ്യപ്പെടാൻ കഴിഞ്ഞത്. എന്നാൽ കേന്ദ്ര സർക്കാർ നൽകിയതോ 2,904 കോടി രൂപ മാത്രം. 2,904 കോടി രൂപ മാത്രം. ഇതാണ് സ്ഥിതി. പകുതി പോലും നൽകുന്നില്ല, പകുതി പോലും പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു 2019 വീണ്ടും വെള്ളപ്പൊക്കമുണ്ടായി. കേന്ദ്ര സർക്കാരിനോട് സഹായം ആവശ്യപ്പെട്ടത് 2,101 കോടി രൂപ. 2,101 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിനോട് എല്ലാ മാനദണ്ഡപ്രകാരവും നിവേദനം തയ്യാറാക്കി ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിനോട്. കേരളത്തിന് കിട്ടിയത് എത്ര എന്നറിയാമോ? ഒരു വലിയ വട്ടപൂജ്യം.
കേരളത്തിന് ലഭിച്ചത് വലിയ വട്ടപൂജ്യം, ഒരു നയ പൈസ പോലും നൽകിയില്ല എന്നർത്ഥം. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ സാധ്യത എന്നാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരം. ഒരു പൈസയും കേരളത്തിന് അനുവദിക്കാൻ സാധ്യതയില്ല, കേരളത്തിന് ഇപ്പോൾ പണം അനുവദിക്കേണ്ട കാര്യമില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴാണ് മാധ്യമങ്ങൾ ഇറങ്ങുന്നത് കൊടുത്ത നിവേദനത്തിൽ തെറ്റുണ്ട്, കൊടുത്ത നിവേദനത്തിൽ അധികമായി ചെലവ് കാണിച്ചിരിക്കുന്നു, അതുകൊണ്ട് കള്ളക്കണക്കാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കേരളത്തിന് ഒന്നും തരേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ അതിൻ്റെ കുറ്റവും ഈ കേരള സർക്കാരിനെ തലയിലിടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊട്ടേഷൻ പണി മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. വേണ്ടത്ര ഏശിയില്ലെങ്കിലും പ്രതിരോധത്തിലാണ് സർക്കാർ എന്ന കാര്യം സംശയമേ ഇല്ല. പ്രതിപക്ഷത്തിന് ആക്രമിക്കാൻ ഒരു ആയുധം കിട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ കയ്യിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കോളൂ, കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, BJP കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന ഒരു ആയുധം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് BJP നേതൃത്വം. BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിൽ ലഡു വിതരണം ചെയ്തു എന്നൊക്കെ ട്രോളുകൾ വരുന്നുണ്ട്. കാരണം അത്രമാത്രം സന്തോഷമുണ്ട്. BJP പ്രതിരോധത്തിലായ, കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായ ഒരു സമയമായിരുന്നു ഇത്. അതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഒന്ന് അഴിച്ചു കൊടുത്തിരിക്കുന്നത്. അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവിടെ ശ്രമം നടത്തിയത് എന്നതാണ് സത്യം. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാർ 18 MP-മാർ, ഒരാൾ BJP ആണ് പോകട്ടെ, ശേഷിക്കുന്ന UDF-ന്റെ 18 MP-മാർ എന്തു ചെയ്യുന്നു എന്ന ചോദ്യം. അവർ എന്തുകൊണ്ട് ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന ചോദ്യം. എന്തിനേറെ പറയുന്നു, വയനാട് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി സാങ്കേതികമായി രാജിവെച്ചു എങ്കിലും അടുത്ത തവണ അവിടെ മത്സരിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിക്ക്, രാഹുൽ ഗാന്ധിക്ക്, പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ കണ്ടുകൂടാ? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെട്ടുകൂടാ? വയനാടിന് സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൂടാ? ഈ ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് എല്ലാം രക്ഷപ്പെടണം. അതിനുവേണ്ടിയുള്ള ഒരു കളി, അതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. പക്ഷേ അതിന് അധികം ആയുസ്സുണ്ടാകും എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇത് കേരളമാണ്.